വിവിധ ദന്തരോഗങ്ങൾ എന്തൊക്കെയാണ്, അവ വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ ദന്തൽ ഹൈജീനിസ്റ്റ് അജയ് കുമാർ സർ. വെൽക്കം ടു ദ ഷോ. നമസ്കാരം സർ. വിവിധ ദന്തരോഗങ്ങളുണ്ട്. ദന്തരോഗങ്ങൾ എന്ന് പറയുമ്പോൾ മോണരോഗമുണ്ട്, അതുപോലെ വായിലെ ക്യാൻസർ ഉണ്ട്, നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും പക്ഷേ ഇവ എങ്ങനെയാണ് വരാതിരിക്കാൻ നോക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു അവബോധം ആർക്കും തന്നെ ഇല്ല. ഒന്ന് പറയാമോ? മനുഷ്യകുലത്തെ സംബന്ധിച്ച് നമുക്ക് ജലദോഷപ്പനി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ചിട്ടുള്ള രോഗങ്ങളാണ് ദന്തരോഗങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദന്തക്ഷയം അഥവാ ഡെന്റൽ കാരീസ്, പല്ലുപോട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ നമ്മൾ അറിയപ്പെടും. കുട്ടികളെയും മുതിർന്നവരെയും, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചൊരു രോഗമാണ് ദന്തക്ഷയം. ദന്തക്ഷയം എന്ന് പറയുന്നത് നമ്മൾ പരിചരണത്തിൽ കാണിക്കുന്ന അവഗണന കൊണ്ടാണ് പലപ്പോഴെങ്കിലും ദന്തരോഗങ്ങളുടെ പ്രധാന കാരണം. വായുടെ ആരോഗ്യത്തിൽ കാണിക്കുന്ന അവഗണന മൂലമാണ് ദന്തക്ഷയം വരാനുള്ള പ്രധാന കാരണം. എങ്കിൽ ഈ വായിൽ 400-ൽ പരം ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ അധിവസിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയകൾ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ദന്തക്ഷയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഭക്ഷണാവശിഷ്ടങ്ങൾ ഈ ബാക്ടീരിയ പ്രതിപ്രവർത്തിക്കുകയും ചില പ്രത്യേകതരം ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുകയും ഈ ആസിഡാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കട്ടി കൂടിയ അവയവമായ ഇനാമലിൽ വിള്ളൽ വീഴ്ത്തുന്നത്. തുടക്കത്തിൽ ചെറിയ കറുത്ത കുത്താണ് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള കുത്തുകളായിട്ടാണ് ദന്തക്ഷയം രൂപാന്തരപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഭക്ഷണം കുടുങ്ങുകയോ ചെറിയ വേദനയൊക്കെയാണ് ദന്തക്ഷയത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് പലപ്പോഴെങ്കിലും നാം തിരിച്ചറിയുന്നത്. ഈ ഘട്ടത്തിലും പലപ്പോഴും ചികിത്സ എടുക്കാൻ മടിക്കുന്നത്, എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെട്ടു പോകാമെന്നൊരു മിഥ്യാധാരണയിൽ ദന്തക്ഷയത്തിന് ഫലപ്രദമായ ചികിത്സ എടുക്കാൻ പണ്ടൊക്കെയാണെങ്കിൽ തീരെ മടിക്കാറാണ്. ഇപ്പം കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും മടിക്കുമ്പോഴാണ് ദന്തക്ഷയം അത് ഡെൻറ്റീൻ എന്ന് പറയുന്ന ഇനാമലിനകത്തുള്ള ഘടകമായ ഡെൻറ്റീനിലേക്കും ദന്തക്ഷയം വ്യാപിക്കുന്നു. പിന്നീട് അങ്ങോട്ട് പൾപ്പിലേക്ക്, പല്ലുകളിലേക്ക് രക്തക്കുഴൽ വഴി പോഷകമൊക്കെ എത്തിക്കുന്ന പൾപ്പ് ചേംബറിലേക്കും ദന്തക്ഷയം പോകുമ്പോഴാണ് കലശലായ വേദനയും പഴുപ്പൊക്കെ വരുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് സാധാരണ ഫില്ലിംഗ് നടത്തി ദന്തക്ഷയം സംരക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. റൂട്ട് കനാൽ ചികിത്സയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദന്തക്ഷയത്തിൻ്റെ തടയാനുള്ള വഴി എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ എങ്കിലും ഡെൻ്റൽ ചെക്കപ്പ്, നമ്മൾ സ്വയം മാസത്തിൽ 1 തവണയെങ്കിലും സ്വയം വായ പരിശോധിക്കുന്നു, സ്വയം തുറന്ന് നമുക്ക് തന്നെ സെൽഫ് എക്സാമിനേഷൻ ചെയ്യാം. 6 മാസത്തിലൊരിക്കലും ഡെൻ്റൽ ചെക്കപ്പ് നടന്ന് നന്നായിരിക്കും. വായിൽ ചെറിയ കറുത്ത പോടുകളുണ്ടെങ്കിൽ, കറുത്ത കുത്തുകളുണ്ടെങ്കിൽ അത് നമുക്ക് അടച്ച് ഡെൻ്റൽ ഫില്ലിംഗ്, സാധാരണ ഫില്ലിംഗ് നടത്തിയാൽ ദന്തക്ഷയത്തിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് പല്ലുകൾ പറിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പല്ലുകൾ എടുത്തു മാറ്റുക എന്നത് ഇപ്പോൾ ഒരു അവസാനത്തെ ചികിത്സാ രീതിയാണ്. പരമാവധി നമ്മുടെ പല്ലുകൾ, സ്ഥിരദന്തങ്ങളെയും ഏത് പല്ലുകളെയും സംരക്ഷിച്ച് നിർത്തുക എന്നാണ് പുതിയ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ട് കനാൽ ചികിത്സയൊക്കെ നമുക്ക് പക്ഷേ കുറച്ച് ചിലവേറിയതായതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ദന്തക്ഷയം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി നമുക്ക് മാസത്തിൽ 1 തവണ നമ്മൾ സെൽഫ് എക്സാമിനേഷൻ, വായ തുറന്ന് കണ്ണാടിക്ക് മുന്നിൽ പോയി നാക്ക് 4 ഭാഗത്തേയും ചലിപ്പിച്ച് നോക്കിയാൽ നമ്മുടെ പല്ലുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പല്ലുകൾ എന്തെങ്കിലും അസ്വാഭാവിക നിറമോ ഈ കറുത്ത നിറം രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും ദന്തക്ഷയത്തിൻ്റെ പ്രാരംഭ ലക്ഷണമാകാം. അപ്പോൾ നമുക്ക് ഡെൻ്റൽ ചെക്കപ്പ് നടത്തി ആവശ്യമായ ഫില്ലിംഗ് നടത്തിയാൽ ദന്തക്ഷയത്തിന് ഒരു പരിധിവരെ രക്ഷ നേടാൻ പറ്റും. ഈ മോണരോഗം എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണോ വരുന്നത്? ദന്തക്ഷയം പോലെ തന്നെയാണ് മോണരോഗവും. ഈ വായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് പലപ്പോഴും ഒട്ടിപ്പിടിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഭക്ഷണാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ചെറിയ ലവണങ്ങൾ, നമ്മളൊരു ഭക്ഷണം കഴിച്ച് ഒരു 24 മണിക്കൂറിനകത്ത് തന്നെ ബാക്ടീരിയയുടെ ഒരു കോളനി പോലെ നമുക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ ചേർന്ന് പല്ലും മോണയും ചേരുന്ന ഭാഗത്തൊക്കെ ഒട്ടിപ്പിടിക്കുന്നൊരു സ്ഥിതിയുണ്ട്. പലപ്പോഴും ശരിയായ ബ്രഷിങ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഈ പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് കട്ടികൂടിയ ലവണങ്ങളായി രൂപാന്തരപ്പെടുന്നു. ആഴ്ചക്കകത്ത് തന്നെ ആദ്യം ഇളം മഞ്ഞ നിറത്തിലാണ്, പിന്നീട് തവിട്ട് നിറത്തിലാകുന്നു. പിന്നീട് അങ്ങോട്ട് വർഷങ്ങൾ കഴിയുന്നതോടെ നിറം കൂടി ബ്ലാക്ക് നിറത്തിലും ഗ്രീൻ നിറത്തിലും കട്ടി കൂടിയ ലവണങ്ങൾ ഇല്ല. അതും തുടക്കത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. പലപ്പോഴും നമ്മുടെ വീടുകളിലായാലും അല്ലെങ്കിൽ അടുത്ത വീട്ടുകളിലൊക്കെ വായ കാണുമ്പോൾ നമുക്കറിയാം കറുത്ത, ചിലപ്പോഴെങ്കിലും അവർ പല്ലിൻ്റെ ഭാഗം എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ പല്ലുകൾ പറ്റിപ്പിടിച്ചിരുന്ന ലവണങ്ങളെ കാൽക്കുലസ് എന്നാണ് നമ്മൾ ശാസ്ത്രീയമായി, ടാർട്ടാർ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന പദമാണ്. നമ്മൾ ശാസ്ത്രീയമായി പറയുന്ന വേർഡ് കാൽക്കുലസ് ആണ്. അത് കട്ടികൂടിയ ലവണങ്ങളായി രൂപാന്തരപ്പെടും. പിന്നെ നമുക്ക് സാധാരണ ബ്രഷിങ് ചെയ്താൽ അത് നീക്കം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കറുത്ത നിറങ്ങളായി. അപ്പോൾ അത് മോണരോഗവും തുടക്കത്തിൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നില്ല, നമുക്ക് ചെറിയ ബുദ്ധിമുട്ടേ അനുഭവപ്പെടുന്നത്. മോണരോഗം കുറച്ച് ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് മോണയിൽ ചെറിയ നിറവ്യത്യാസം, ചുവപ്പ് നിറം കൂടി വരിക,
മോണയിൽ നിന്ന് അല്പം രക്തം പൊടിഞ്ഞു വരിക ബ്രഷ് ചെയ്യുമ്പോൾ. ഈ ഘട്ടത്തിൽ നിന്നും പലപ്പോഴും അതും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. വർഷങ്ങളെടുത്ത് ചിലപ്പോൾ 1-2 വർഷം എടുത്ത് കലശലായ വേദന, മോണയിൽ വേദന വരുമ്പോഴും മോണയിൽ നിന്ന് പഴുപ്പ് വരുമ്പോഴും മോണയുടെ കട്ടി കൂടിയ മോണയുടെ നിറം മാറുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ പല്ലുകൾ ഇളകി ആടുമ്പോഴാണ് പലപ്പോഴും മോണരോഗം തിരിച്ചറിയും നമ്മുടെ ഇടയിൽ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമുക്ക് ഡയബറ്റിക്സ് അറിയാം. നമ്മുടെ പ്രമേഹ രോഗികളുടെ മുതിർന്നവരെടുക്കുമ്പോൾ 5-3 പേർക്കൊക്കെ പ്രമേഹമുള്ളവരെ നമ്മളെ പല കണക്കുകളും കാണിക്കുന്നു, ഭൂരിപക്ഷം പേർക്കും. അപ്പം പ്രമേഹബാധം കൂടുമ്പോൾ മോണരോഗം അഭേദ്യമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പം ഒരു പഠനം തെളിയിക്കുന്നത് പ്രമേഹബാധിതർ അവരുടെ മരുന്ന് ശരിയായ അളവിൽ കഴിക്കുമ്പോൾ അത് പ്രമേഹത്തിന് മോണരോഗമുള്ളവർക്കത് പ്രമേഹത്തിന് അതിന് ഫലപ്രദമായ ഗുളികകളുടെ ഫലം കിട്ടുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം മോണരോഗവും പ്രമേഹവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പം മോണയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ചെറിയ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ ചികിത്സ തേടേണ്ട അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ കലശലായ മോണവേദന വരുമ്പോഴും നിറവ്യത്യാസം, അല്ലെങ്കിൽ മോണ ചുവന്ന് തുടിക്കുമ്പോഴോ അല്ലെങ്കിൽ പല്ലുകൾ ഇളകിയാടുമ്പോഴോ നമുക്ക് പ്രത്യേകിച്ച് വലിയ ചികിത്സകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം. പല്ലുകൾ ഇളകിയാടുന്ന ഞാൻ അടുത്ത കാലത്ത് ഒരു സ്റ്റഡി, 40 വയസ്സാകുമ്പോൾ പല്ലുകളുടെ ഇളകിയാടുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. പ്രമേഹമൊക്കെ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ മോണയുടെ ബലക്ഷയം കുറയും. പിന്നെ മോണരോഗം വന്നു കഴിഞ്ഞാൽ മോണരോഗ സർജറിയൊക്കെ, നമുക്ക് ഫ്ലാപ്പ് സർജറിയൊക്കെ ചെയ്തതിന് സംരക്ഷിക്കുക, ചിലവേറെ ചികിത്സയിലേക്ക് പോകേണ്ട ഒരു ഘട്ടമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു ദന്തരോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വായ്നാറ്റം എന്ന് പറയുന്നതും ഒരു ദന്തരോഗം തന്നെയാണ്. വായ്നാറ്റത്തിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല്ലുകളുടെയും വായയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നാം കാണിക്കുന്ന വീഴ്ചയാണ്. അതോടൊപ്പം നമ്മുടെ ദഹന പ്രക്രിയ, മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ടും ശ്വാസ തടസ്സമുള്ളവർക്ക്, നെയ്സൽ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വായ്നാറ്റം വരാം. ദഹന പ്രക്രിയക്ക് പ്രശ്നമുള്ളവർ, അസിഡിറ്റി ഉള്ളവർക്ക് വായ്നാറ്റം വരാം. കിഡ്നി തകരാറുള്ളവർക്ക്, വൃക്കയുടെ ആരോഗ്യമൊക്കെ വായ്നാറ്റമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ 90% കാരണവും വായയുടെ ആരോഗ്യ സംരക്ഷണം നാം കാണിക്കുന്ന വീഴ്ചയാണ്. ഈ വായിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായിൽ ഭക്ഷണാവശിഷ്ടം കെട്ടിക്കിടക്കുകയും ബാക്ടീരിയയുടെ കോളനിയായി മാറുകയും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വായനാറ്റം. വായനാറ്റം കൊണ്ട് നമ്മുടെ പലപ്പോഴും കുട്ടികളായാലും മുതിർന്നവരായാലും എത്രയോ ആൾക്കാർ ഈ സംസാരിക്കാനുള്ള അന്തർമുഖന്മാരായിട്ട് മാറുന്നുണ്ട്. അവർ പലപ്പോഴും അവർക്കൊരു സമൂഹത്തിന് വലിയ പ്രശ്നം തന്നെയാണ് പേടി. വായ തുറന്ന് സംസാരിക്കുമ്പോൾ അത് സമൂഹത്തോട് സംസാരിക്കാനുള്ള ഭയം കൊണ്ട് സംസാരിക്കാതെ അവർ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നാം കാണാതെ പോകരുത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികളുടെ ദന്താരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളുടെ ദന്താരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പല്ലുകൾ വളരെ നിരയുള്ള പല്ലുകൾ, അതായത് ചിരിക്കുമ്പോൾ ഭംഗി വരണം എന്ന് തന്നെയായിരിക്കും എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്നത്. പക്ഷേ ഈ നിര തെറ്റിയ പല്ലുകൾ വരുന്നത് ഈ കുഞ്ഞിലെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? അതും ഈ നിര തെറ്റിയ പല്ലുകൾ എന്ന് പറയുന്നതും ഒരു ദന്ത രോഗമല്ലേ? പ്രശ്നം തന്നെയാണ്. നിരതെറ്റിയ പല്ലുകൾ എന്ന് പറയുന്ന കൗമാരക്കാരെ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് അവർക്ക് ശരിയായ ഭക്ഷണം ചവച്ചരക്കുന്ന നിരയുള്ള പല്ലുകൾ ആവശ്യമാണ്. നിരതെറ്റിയ പല്ലുകൾ വരും മുഖത്തിൻ്റെ വൈരൂപ്യം മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങൾ, വായയുടെ ആരോഗ്യത്തിൻ്റെ പൊതുവായ ഘടനക്കൊക്കെ തന്നെ അത് മുതിർന്നവരാകുമ്പോഴും പ്രയാസം നേരിടാൻ സാഹചര്യമുണ്ട്. പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് പല്ലുകൾ നിലനിർത്തുന്നത്. പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിനിടയിൽ തന്നെ നോക്കിയ ഒരു പാരമ്പര്യം, ആ രീതിയിൽ തന്നെ പല്ലുകൾ നിലതെറ്റി വരാറുണ്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ കുട്ടികൾ പലപ്പോഴും നഖം കടിക്കുക, വായിലൂടെയുള്ള ശ്വസനം, ഇതൊക്കെ തന്നെ പല്ലിറുമ്മൽ, അങ്ങനെ പല ഘടകങ്ങളും കുട്ടികളെ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മളെ വിരലിൽ വെച്ച് കടിക്കുക, അങ്ങനെ നഖം കടിക്കുക, അങ്ങനെ പല ഹാബിറ്റ്സും ഈ പറയുന്ന പോലെ പല്ലുകൾ നിലതെറ്റാനുള്ള കാരണം. അതോടൊപ്പം പാൽപ്പല്ലുകൾ നേരത്തെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങൾ അവിടെ നിരതെറ്റി വരാനൊരു സാധ്യതയുണ്ട്. അത് പാൽപ്പല്ലുകളുടെ സംരക്ഷണവും നിരതെറ്റിയ പല്ലുകളുമായി വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിരതെറ്റിയ പല്ലുകളെ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് നിർബന്ധമായി ചികിത്സിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും ഒരു ദന്തരോഗം എന്ന് നമുക്ക് നേരിട്ട് രോഗാവസ്ഥ അല്ലെങ്കിലും അത് മറ്റു പല നമുക്ക് ഭക്ഷണം ചവച്ചരക്കുന്ന താടിയലുകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാകും. അതോടൊപ്പം നമുക്കറിയാം സൗന്ദര്യത്തിൻ്റെയും പ്രധാന ഒരു ഘടകമാണ്, വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിരതെറ്റിയ പല്ലുകൾ അവർക്ക് ജീവിതകാലം മുഴുവൻ ശരിയായി പുഞ്ചിരിക്കാനോ സംസാരിക്കുന്നതിനൊക്കെ തടസ്സം ഉണ്ടാവും. അപ്പോൾ ഓരോ ഘട്ടത്തിലും ചെറിയ പ്രായമാകുമ്പോഴും 10 വയസ്സ് താഴെ ഇങ്ങനെ ഹാബിറ്റ്സ് ആണെങ്കിൽ നമുക്കത് പല ഓർത്തഡോണ്ടിക് ഉപകരണങ്ങളും വെച്ച് നമുക്ക് കമ്പിയിടാതെ തുടക്കത്തിൽ ഓർത്തഡോണ്ടിക് ഉപകരണങ്ങളുണ്ട്. നമുക്ക് ആ ഉപകരണങ്ങൾ വെച്ച് ഒരു പരിധി വരെ നമുക്ക് താടിയലിൻ്റെ വളർച്ചയൊക്കെ തടയാൻ വേണ്ടി സാധിക്കും. തുടർന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാ പല്ലുകളും പാൽപ്പല്ലുകളും പൊഴിഞ്ഞു പോയി സ്ഥിരദന്തങ്ങൾ വരുമ്പോഴാണ് ഓർത്തഡോണ്ടിക് ചികിത്സാ രീതി നിരതെറ്റിയ കുട്ടികൾക്ക് ആരംഭിക്കുന്നത്. അപ്പം ഫിക്സഡ് ഓർത്തഡോണ്ടിക് ചികിത്സാ രീതി പുതിയ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള ആധുനിക ചികിത്സകളും നിരതെറ്റിയ പല്ലുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നമ്മുടെ
ദന്താരോഗ്യ മേഖലയിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിലതെറ്റിയ പല്ലുകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വായിൽ വരുന്ന ക്യാൻസർ, ഈ ക്യാൻസർ ബാധിക്കുന്നതും നമ്മുടെ ഈ ദന്ത സംരക്ഷണം കുറയുന്നത് കൊണ്ടും അതുപോലെ ഈ ഒരു നിലതെറ്റിയ പല്ലുകൾ കൊണ്ട് ചില പല്ലുകൾ കാരണം നമ്മുടെ കവിളിലും ഒക്കെ ഏൽക്കുന്ന മുറിവുകൾ കാരണവും ക്യാൻസർ വരാം എന്നും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? ഈ ഷാർപ്പായിട്ടുള്ള ഇളകിയാടുന്ന പല്ലുകൾ, ഇളകിയാടുന്ന ഡെഞ്ചേഴ്സ് പല്ലുകൾ നഷ്ടപ്പെട്ട നമ്മൾ പല്ലുകൾ പുനഃസ്ഥാപിക്കേണ്ട അത്യന്തം അപേക്ഷിതമാണ്. നമുക്ക് വായിൽ മുതിർന്നവരാണെങ്കിൽ ഡെഞ്ചേഴ്സ് നമ്മൾ പറയും, സെറ്റ് പല്ലുകൾ. ഈ പല്ലുകളുടെ കൂർത്തിരിക്കുന്ന അഗ്രം പലപ്പോഴും അത് മോണയിൽ കുറേ കാലം തട്ടുകയാണെങ്കിൽ അവിടെ മുറിവ് ഉണ്ടാകുകയും ഈ മുറിവ് പിന്നീട് ഉണങ്ങാതെ വരികയും ചെയ്താൽ ആഴ്ചകളും മാസങ്ങളും എടുക്കുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും ഓറൽ ക്യാൻസറിലേക്ക് വഴിതെളിയും. മൊത്തം ക്യാൻസറിൽ തിരുവനന്തപുരം RCCന്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു മൊത്തം ക്യാൻസറിൽ ഏകദേശം 30% വായിലെ ക്യാൻസർ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിൽ പുരുഷന്മാരിലാണ് വായിലെ ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ഹാബിറ്റ്സ്, ഈ പറയുന്ന പോലെ ദന്ത ആരോഗ്യത്തിൽ കാണിക്കുന്ന അവഗണന ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഹാബിറ്റ്സുകൾ എന്ന് പറയുന്നത് നമ്മളെ പുകവലി, ഗുഡ്ക പറഞ്ഞ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വായിലെ ക്യാൻസർ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ചിലപ്പോഴെങ്കിലും അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത് പല രൂപത്തിലുണ്ട്. നമ്മൾ അരക്കിനിട്ട് അടക്ക ഏറ്റവും വലിയ ക്യാൻസറിന് മുറുക്കാൻ വേണ്ടി അടക്ക. പക്ഷേ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കണം, അടക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസറിന് അടക്കയും വെറ്റിലയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അരക്കനിട്ട് എന്ന് പറയുന്നത് വായിലെ ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പുകവലി, സ്മോക്കിങ്ങിന് പുതിയ രീതിയിൽ പഴയ രീതിയിൽ സ്മോക്കിംഗ് ഇല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള സ്മോക്കിങ്ങുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ പാൻ പരാഗിന്റെ ഉപയോഗം, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ തന്നെ വായിലെ ക്യാൻസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കണ്ടെത്തിയാൽ നമുക്കത് ആദ്യത്തെ 1-2 സ്റ്റേജിലൊക്കെ കണ്ട് പൂർണ്ണമായും പൂർവ്വസ്ഥ നമ്മുടെ കാണുന്നൊരു ഭാഗമായതുകൊണ്ട് പൂർണ്ണമായിട്ടും. പക്ഷേ അതിൻ്റെ സ്റ്റേജ് മാറുമ്പോൾ നമുക്ക് ഫലപ്രദമായ ചികിത്സ, കാരണം ഒരു ഭീകരതയിലേക്ക് പോകുന്ന രീതിയിലേക്ക് ക്യാൻസർ മാറുന്നത്. കൂടുതലും ഈ കൂളിപ്പ് പോലെയുള്ള സാധനങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വായിലെ ക്യാൻസറിന് കാണുന്ന പല്ലുകളുടെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ കൂൾ ഡ്രിങ്ക്സ്. അത് കൂടുതൽ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുന്നതോടുകൂടി കൂൾ ഡ്രിങ്ക്സ്, അതിൻ്റെ കൂൾ ഡ്രിങ്ക്സിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, പല കമ്പനികളും നമ്മുടെ ഇടയിലുള്ളത്. പക്ഷേ അത്തരം ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ഈ പല ആസിഡുകളും പല്ലുകൾ നഷ്ടത്തിന് ചിലപ്പോൾ അത് നമ്മുടെ വായിലെ കലകളുടെ നഷ്ടത്തിനൊക്കെ കാരണമായി തീരാവുന്നതേ ഉള്ളൂ. പിന്നെ അമിത കറി മസാലകളുടെ ഉപയോഗം നമുക്കതും വായിലെ ക്യാൻസറിന് കാരണമാകാം. പോഷകാഹാര കുറവ്, ഇതെല്ലാം വായിലെ ക്യാൻസറിന് കാരണമാകാം. ചില വൈറസുകൾ വായിലെ ക്യാൻസറിന് കാരണമാകാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ, ഇത്തരം ലഹരി വസ്തുക്കളെ പൂർണ്ണമായും നമ്മുടെ കുടുംബത്തിൽ മദ്യവും സ്മോക്കിംഗ് കൂടെ ഒരുമിച്ചാകുമ്പോൾ റിവേഴ്സ് 2 എഫക്റ്റ് ആയിട്ട് ബാധിക്കുക. ഡബിളായിട്ട് നമുക്കത് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. വായിലെ ക്യാൻസറിനും കാരണമാകും. നേരത്തെ ആൽക്കഹോൾ വേറെ പലതും ക്യാൻസർ ആയിട്ട് വരും. മറ്റ് ക്യാൻസറിനും ഉണ്ട്, അതോടൊപ്പം വായിലെ ക്യാൻസറിനും അത് കാരണമായേക്കാം. അപ്പൊ ശരിയായ രീതിയിലുള്ള ആരോഗ്യ പരിപാലനത്തോടൊപ്പം ദന്ത പരിപാലനവും നമ്മൾ ചെയ്യുകയാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ദന്തപരിപാലനം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ രോഗങ്ങളൊന്നും ഇനി ആർക്കും വരാതിരിക്കട്ടെ, അത്രയും നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോവേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ദന്തം. അതായത് നമുക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ പുഞ്ചിരിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പറയാമല്ലേ സർ? ഓക്കെ, മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.